ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കിണറ്റിൽ വീണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയ്ക്കൽ എടരിക്കോട് സ്വദേശി പെരിങ്ങോടൻ ഷിഹാബാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മുതൽ കാണാതായ ഇദ്ദേഹത്തെ വീടിനു സമീപത്തെ പള്ളിപ്പറമ്പിലെ കിണറ്റിൽ വൈകുന്നേരത്തോടെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുറ്റിപ്പുറത്ത് റെയിൽവേ പാതയ്ക്ക് സമീപത്തെ പൊന്തക്കാടുകൾക്ക് സാമൂഹ്യവിരുദ്ധർ തീയിടുന്നത് തീവണ്ടികളുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നു. പേരശ്ശന്നൂരിനും മങ്കേരിക്കുമിടയിലുള്ള റെയിൽവേ പാതയ്ക്ക് സമീപമുള്ള പൊന്തക്കാടുകൾക്കാണ് ഏതാനും ദിവസങ്ങളായി സമൂഹവിരുദ്ധർ തീയിടുന്നത്. ഭാരതപ്പുഴയിൽ നിന്ന് വൻതോതിൽ മണൽ ഖനനം ചെയ്ത് വിൽപ്പന നടത്താനുള്ള സർക്കാർ നീക്കം അന്തിമഘട്ടത്തിലേക്ക്. നിളയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കുറ്റിപ്പുറം കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഇരുവശത്തു നിന്നുമാണ് ആദ്യം മണൽ ഖനനം ചെയ്ത് വിൽപ്പന നടത്തുക. വേനൽ കടുത്തതോടെ ആശങ്ക പടർത്തി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വീണ്ടും തീപിടുത്തം. മ്യൂസിയം സമുച്ചയം പരിസരത്ത് കടക്കാട്ടുപാറ റോഡരികെ പുൽക്കാട് കത്തിനശിച്ചു. നാട്ടുകാരും പരിസരത്തെ വീട്ടുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് തീയണച്ചതിനാൽ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതെ അപകട സാധ്യത ഒഴിവായി. 10 കിലോ കഞ്ചാവും 1 ലക്ഷത്തിലധികം രൂപയുമായി പശ്ചിമബംഗാൾ സ്വദേശിയെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് പാർട്ടിയും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പുലാമന്തോൾ വില്ലേജ് ചെമ്മലശ്ശേരി 2ാം മൈലിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ സ്വദേശി ദേബ്കുമാർ ബിശ്വാസ് പിടിയിലായത്. താനൂർ ബോട്ട് ദുരന്തത്തിന് മുൻപ് അനധികൃത ബോട്ട് സർവീസുകൾക്കെതിരെ മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ, മുഹമ്മദ് റിയാസ്, താനൂർ നഗരസഭ അധികൃതർ എന്നിവർക്ക് പരാതി പറഞ്ഞിരുന്നുവെന്ന് കേസിലെ 41ാം സാക്ഷി മുഹാജിദ് ജുഡീഷ്യൽ കമ്മീഷന് മൊഴി നൽകി. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 8 കിലോ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് സ്വദേശി മുതുകോടൻ സമീർ ബാബു, കോഴിക്കോട് പെരുമണ്ണ അക്ബർ, ബാലുശ്ശേരി കായലം മുഹമ്മദ് ബഷീർ എന്നിവരെയാണ് SI MR സജി അറസ്റ്റ് ചെയ്തത്. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.